ഇത് ഓപ്പോൻ്റെ എൻ്റെ പഴയൊരു ഫോണാണ്. ഇത് ചെറിയൊരു പൊട്ടലൊക്കെ വീണിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും ചെറുതാണോ വലുതാണുള്ളത്. ഇതാണ് ഓപ്പോ F9 എന്നാണ് കേട്ടോ. കുറേ കല എൻ്റെ അടുത്തുണ്ട് ഈ ഫോൺ. ഇതാ ഇത്രയേ ആയിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് ഒന്നാം നിലയിൽ നിന്ന് താഴോട്ട് വീണതാണ് പോക്കറ്റിലിട്ടപ്പം. അതിപ്പോൾ ഈ പരുവായി കേട്ടോ. ഉണ്ടോ, ചിരന്തി വരെ ഇട്ട മതിയായി. ഇപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇമേജ് ഷോപ്പിലാണ്. നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള ഇമേജ് ഷോപ്പിലാണ്. മൊബൈൽ ഷോപ്പാണത്. ഇവിടെ ഒരുവിധം എല്ലാ സർവീസും മൊബൈലും അങ്ങനെ എല്ലാ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. സർവീസ് ഇവിടെ തന്നെ ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ. അങ്ങനെയെല്ലാം ഇവിടെ സർവീസും എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിവിടെ വന്നു, സർവീസൊക്കെ കാണിച്ചപ്പോൾ അവർ എൻ്റെ ഡിസ്പ്ലേ മാറ്റി തരാമെന്ന് പറഞ്ഞു. 2 തരം ഡിസ്പ്ലേ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വാറണ്ടി ഇല്ലാത്ത ടൈപ്പുണ്ട്, വാറണ്ടി ഉള്ള ടൈപ്പുണ്ട്. അപ്പോൾ 1 വർഷത്തെ വാറണ്ടി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് കുറച്ച് പൈസ കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 1 വർഷത്തെ വാറണ്ടി എനിക്ക് വേണം. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുപോയി ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നാശമായ പിന്നെ നമ്മൾ ഓടി വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരത് 1 വർഷത്തെ വാറണ്ടിക്കുള്ള സാധനം നമുക്ക് ചെയ്തു തന്നു. നമ്മുടെ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സർവീസ് സെൻറ്റർ കേട്ടോ. നമുക്ക് ഈ സർവീസ് ചെയ്യുന്ന ആളുടെ അടുത്ത് തന്നെ ഇരിക്കാനുള്ള ചെയർ ഇട്ട് തരും. നമ്മൾ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നും നമുക്ക് നമ്മുടെ മുമ്പിൽ നിന്നാണ് ആ ഫോൺ അഴിക്കുന്നതും അതിൻ്റെ സർവീസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ നമുക്ക് നേരിട്ട് കണ്ടറിയാൻ പറ്റും. അവരുടെ സർവീസ് ചെയ്യുന്ന ആ വ്യക്തി നല്ല ഇതാണ്. നമ്മളോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നല്ലൊരു സർവീസ് സെൻ്ററാണിത്, ഇമേജ് എന്ന് പറയുന്നത്. നമ്മുടെ ഫോൺ എന്തായാലും ഓപ്പണായി വരുന്നുണ്ട്. മരിച്ചുപോയ ഫോണാണ് ഇപ്പോൾ ജീവിച്ച് വരുന്നത്. ഓക്കെ, ഓപ്പണായി. അപ്പം ഇപ്പോൾ എൻ്റെ നമ്പേഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. എനിക്ക് അതുകൊണ്ടാണ് ഈ ഫോൺ തന്നെ രണ്ടാമത് ഞാൻ സർവീസ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ അത് കളഞ്ഞാൽ മതിയായിരുന്നു. കുറേ വർഷമായി എൻ്റെ അടുത്ത്, പക്ഷേ എനിക്ക് കളയാൻ തോന്നില്ല. നല്ലൊരു ഫോണാണത്. ഓപ്പോ F9 എന്നാണ്. അപ്പോൾ ക്യാമറ ഓക്കെയാണ്, ക്യാമറ ടെസ്റ്റ് ചെയ്യാണ്. അവരെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സൗണ്ട് കുറച്ച് കുറവാണെന്ന് പറഞ്ഞപ്പം അവർ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് തരുന്നുണ്ട്. നമ്മുടെ സൗണ്ട് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ തരിക. പിന്നെ നമുക്ക് പേടിക്കാനുള്ള 1 വർഷത്തെ എന്തായാലും ഗ്യാരണ്ടി തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ്മെൻ്റ് ആണ് സാധനം. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമുക്ക് എന്തായാലും അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ വന്ന് ചെക്ക് ചെയ്താലും മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ട് ചെല്ലാം. ഇതാണ് ഫ്രണ്ട് ക്യാമറ. ഓക്കെ, ക്യാമറ അത് ഫ്രണ്ട് ക്യാമറ ചെറിയ ഇതുണ്ട്, ലൈറ്റിൻ്റെ ആയിരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു തുടങ്ങി. അതെല്ലാം ക്ലീൻ ചെയ്യണം അവർ. സൈഡിലൊക്കെ ഗമ്മെല്ലായിട്ടുണ്ട്, അതൊക്കെ അവർ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കുന്നുണ്ട്. വൃത്തിയാക്കി നമുക്ക് നേരിട്ട് കാണാവുന്നതുള്ളൂ അവരെന്തൊക്കെ ചെയ്യുന്നുള്ളതുണ്ട്. തൊട്ടടുത്തിരുന്നാണ് നമ്മളതെല്ലാം വാച്ച് ചെയ്യുന്നത്. അവർ ഒട്ടിച്ചത് കൊണ്ട് അവർ റബ്ബർ ബാൻഡ് ഇട്ടാണ് നമുക്ക് തരിക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ അത് നമുക്കത് അഴിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ കൊണ്ടുവന്ന് ചാർജിനിട്ടാകും. ചാർജ് 0 അല്ല കിടക്കുന്നത്. എന്തായാലും നമുക്കിവിടെ കൊണ്ടുവന്ന് ചാർജിനിട്ട് സാവകാശം ഉപയോഗിക്കാം, തിരക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ കുറേ നമ്പറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. പഴയത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ കോൺടാക്ട്സൊക്കെ അതിലായിപ്പോയി. അപ്പം ഫോൺ ഇങ്ങനെ നമ്മുടെ വലയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കണം. എല്ലാം അവർ സിമ്മിട്ട് തന്നു. സിമ്മിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്തു, വിളിച്ച്. അങ്ങനെ നമുക്ക് ഇത് ഗ്യാരണ്ടീൻ്റെ പേപ്പറും തരുന്നുണ്ട്, ബില്ലും തരുന്നുണ്ട്. അത് രണ്ടും കൂടിയാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വേണ്ടവർ ഇമേജിൽ പോവുക.